ഇവിടെ എന്ത് ഭംഗിയാലേ ഗൈസ്. എൻ്റെ കാല് നോക്കൂ ഗൈസ്, ചളിയായി ഗൈസ്. നടു റോട്ടിൽ നിന്നിട്ട് പഴം തിന്നുന്ന ആൾക്കാർ. അയ്മൻ്റെ ഉമ്മ ഉണ്ടാക്കിയതാ. 5 മണിയായപ്പോൾ തന്നെ എല്ലാവരും എണീച്ചു. ഒരാളെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വേറെ റെഡിയായി വ്ളോഗ് ചെയ്യാനുള്ളതുകൊണ്ട് പെട്ടെന്ന് ഞാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഗണ്ടി ഫോർട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇതാ സമയം 5:15. നമ്മുടെ വണ്ടികളെല്ലാം ഇവിടെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവരും എണീക്കൂ, റെഡിയാവും, നമുക്ക് പോകണ്ടേ. എന്നാൽ പിന്നെ നമുക്ക് പോകണ്ടേ ഗായ്സ്. അപ്പുറത്തെ റൂമിൽ എല്ലാവരും എണീച്ചിട്ടുണ്ട്, പക്ഷെ ഒരാളെ ഇങ്ങനെ റെഡിയായി വരുന്നേ ഉള്ളൂ. മോർണിംഗ് ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വണ്ടികളതോ അങ്ങനത്തെ ഒരു സൗണ്ട് ഉണ്ടാവില്ല. കിളികളെ മാത്രമേ സൗണ്ട് ഉണ്ടാവില്ല. ചിലിച്ചിരിക്കുന്നത് നല്ല കാറ്റ് കേട്ടോ, നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഭയ്യ. ഇവിടെയാണ് സൺറൈസ് കേട്ടാ, നല്ല ചുവപ്പ് കളറായി. അവർ വരുമ്പോഴേക്ക് വണ്ടിയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലേ വന്നപാട് പോവാലോ. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ? നല്ലോണം ഉറങ്ങിയോ? ഇന്നലെ നന്നായി ഉറങ്ങി, നല്ല ടയേർഡായിരുന്നു. ഓൾക്ക് നമുക്കറിയാം, നമ്മൾ ഇത്രയും ലോങ് ഡ്രൈവ് പോയി വന്നതാണ്. സോ നല്ല സൂപ്പർ വ്യൂവും കണ്ടു വന്നൊരു നല്ല ഉറക്കം. ഹാപ്പി, അടിപൊളി. നമ്മൾ പിന്നെ വിചാരിച്ച് റെഡിയായവരൊക്കെ അവരവരെ വണ്ടി ഓണാക്കിയിട്ടില്ല. ഗുഡ് മോർണിംഗ്. ഇത് അഖില. ട്രിവാൻഡ്രത്തുനിന്ന് എത്ര ദിവസമായിട്ട് പുറപ്പെട്ടിട്ട്? 7 ആഴ്ച പുറപ്പെട്ടോ. 1 വീക്ക് കഴിച്ചേ അങ്ങത്തുള്ളൂ. ആവുന്നുണ്ട്, റെഡി ആവുന്നുണ്ട്. രണ്ടാളും കൂടെ ഉള്ളു, നിങ്ങൾ വിട്ടോ. ഓക്കെ, ബൈ ബൈ. ഗംഗനെ ആ ഓക്കെ ഓക്കെ, അതുപോലെ അടക്കാണ്ടാ പോകുന്നേ. ബായ്. ബൈ ബൈ. അങ്ങനെ ഗൈസ്, ഇതാ നമ്മളെല്ലാവരും നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി ഫോട്ടോയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്നവരൊക്കെ അങ്ങ് പിന്നെ നമ്മൾ ഇന്നലെ ഇരുന്ന ആ ഒരു ഭാഗത്തേക്ക് നടന്ന് പോയിട്ടുണ്ട്. ഇന്ന് പിന്നെ കാലത്തായതുകൊണ്ടാന്ന് തോന്നുന്നു ആരും ഇല്ല അവിടെ, പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ. സൂര്യൻ അങ്ങ് കുളിച്ചൊരുങ്ങിയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വന്നത് കറക്റ്റ് ടൈമാണ്. കുറച്ചും കൂടി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സൺറൈസൊക്കെ കഴിഞ്ഞ് സൺസെറ്റ് കാണേണ്ടി വരും. ഇവിടെ കുറച്ചപ്പുറം മാറിയിട്ട് കയാക്കിങ്ങും ബോട്ടിങ്ങെല്ലാം ഉണ്ട്. മുമ്പെല്ലാം ഇവിടെ സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്നതാണ് പറയുന്നത്, ഞാൻ ബ്ലോഗിലൊക്കെ കണ്ടതാണ്. പക്ഷെ ഇപ്പം അങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഉണ്ടാവുമായിരിക്കുമോ, നമ്മളതിനെക്കുറിച്ച് പിന്നെ അന്വേഷിച്ചിട്ടൊന്നുമില്ല. ഇന്നലെ നമ്മൾ അവിടെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നതേ. അപ്പോൾ അവരിന്ന് ആ സീറ്റ് പിടിച്ചുകൊണ്ട് നമ്മളിങ്ങോട്ട്. ഇത് നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ്. ആ സൈഡിലാണ് ഇരുന്നത്, അത് പോരാനിട്ടതാ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്ന. അമ്പാനെ ശ്രദ്ധിക്ക്. സൺറൈസിൻ്റെ സമയമാകുമ്പോഴേക്കിതാ കുറേ ആൾക്കാരെത്തി. ഫുൾ ആൾക്കാർ വെയിറ്റിങ്. പക്ഷേ സൂര്യൻ ഇന്ന് പറ്റിച്ച് റൂട്ട് മാറ്റി. കാർമേഘത്തിൽ കുടുങ്ങിപ്പോയിട്ടാന്ന് തോന്നുന്നുണ്ട് അല്ലേ അഖി? ഒളിച്ചു വരണമെന്നാ നീ പറയുന്നത്, പക്ഷെ സണ്ണ് പറയുന്നത് വെച്ചാൽ അതെൻ്റെ ഇഷ്ടമാണ്. സൗകര്യമില്ല. ഇത് നോക്കിയ ഗായ്സ്, ഇത്രയും താഴ്ചയുണ്ട്. വീണിട്ടായിട്ടുണ്ടെങ്കിലുണ്ടല്ല പൊട്ടി പോലും കിട്ടൂല. കുട്ടേട്ടനെങ്കിൽ സുഭാഷന് ഉണ്ടായിരുന്നു. എനിക്കാര് കുട്ടേട്ടാ, കുഞ്ഞോള്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലീവ് ചെയ്യാം അല്ലേ? നമ്മളങ്ങനെ വ്യൂ പോയിന്റിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നേരെ പോയത് ടെമ്പിളിലേക്കാണ്. ഫോർട്ടിൻ്റെ ഉള്ളിലുണ്ടല്ല ഒരു മോസ്ക് അത് അവിടെയുണ്ട്, പിന്നെ 2 ടെമ്പിളുണ്ട്. ആ ഒരു ടെമ്പിളിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ നമ്മൾ വന്നപ്പോൾ ജസ്റ്റ് ദൂരെ നിന്ന് കണ്ട്, പിന്നെ ടൈമില്ലാത്തതുകൊണ്ട് തിരിച്ചു പോയതാണ്. പക്ഷേ ഇതിനകത്ത് എൻട്രി ഒന്നും ഇല്ല, ഫുള്ളായിട്ട് അടച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവുക, അത്രേ ഉള്ളൂ. നമ്മൾ ഫോട്ടോ എടുപ്പെല്ലാം കഴിയുമ്പോഴേക്ക് ഈ മന്ദിർ ഇവിടെ തുറന്നിട്ടുണ്ട്. നമ്മളിത് ഇതിനകത്തേക്ക് കയറുന്നത്. ഇതിനകത്ത് വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഇതിൻ്റെ തൂണൊക്കെ നോക്കിയാട്ടെ. അന്നത്തെ കാലത്ത് ആൾക്കാരൊക്കെ കൊത്തുപണിയൊക്കെ ചെയ്ത്, കയ്യോട് കൊത്തുപണിയൊക്കെ ചെയ്തിട്ട് എടുത്തതാ. ഇവിടെ എന്ത് ഭംഗിയാലേ. അങ്ങനെ നമ്മൾ ഫോട്ടോ നേരെ വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പാരഡൈസ് ഹോട്ടലിൽ. ഗോൾഡനാ, കളർഫുള്ളാ. ഇത് പ്ലേറ്റ് തന്നെയാണോ? അല്ല എടി, ഇതൊരു പ്ലേറ്റ് തന്നെയാണ്. ദോശ പോലെ തന്നെ ഉണ്ട്. ദോശ ഏതാ പ്ലേറ്റ് ഏതാന്ന് മനസ്സിലാവാത്ത അവസ്ഥ.
ചമ്മന്തി വന്നു, പ്ലേറ്റ് വന്നു, ദോശ മാത്രം വന്നില്ല. സാധാ ദോശ. അതിലെന്താ ഉള്ളേ? ഒന്ന് തുറന്നേ. ഈ പൊടി മാത്രം അല്ലേ? നിന്നെ മാത്രം തിന്നാൻ വിടില്ല, വിടാൻ മാട്ടേ. ആകെ പ്ലെയിൻ ദോശ വന്നിട്ടില്ല, അതന്നെ ഇപ്പൊ എല്ലാം എടുത്ത് കഴിച്ച് അകിക്കില്ല. ഞാൻ എഗ്ഗ് ദോശയാന്ന് വാങ്ങിച്ചത്, പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതിന് മുന്നേ തിന്നൽ തുടങ്ങി. ഒന്നുമില്ല, ആ ദോശയുടെ മുകളിൽ ഒരു എഗ്ഗ് ഒഴിച്ചു, പിന്നെ പൊടി. റൂമിലെത്തിയവിടെ തന്നെ പിന്നെ ചെക്കൗട്ട് ചെയ്യാനുള്ള തിരക്കായി. എല്ലാവരും അവരവരെ വണ്ടി റെഡിയാക്കലും ചെയിന് ലൂബടിക്കലും പിന്നെ ലഗേജ് കെട്ടലും അങ്ങനെ ഫുൾ ബിസിയായി. അങ്ങനെ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലഗേജ് കെട്ടി എല്ലാം കഴിഞ്ഞ്. ഇതെല്ലാം ഓരോരോ ആൾക്കാരെല്ലാം കാണുന്നില്ല, ഉറങ്ങി എണീച്ചിട്ട് ഇപ്പം വരുന്നു. അഖിലെൻ്റെ വായിരിക്കുന്നത് കൂടെ കേൾക്കാനുള്ള എന്താ പറയുക സമയമായിട്ടുണ്ട്. പല്ലിലേക്ക് കുളിക്കുകയും ചെയ്യാത്ത ആള് ആര്? ഞാൻ മാത്രം അങ്ങനെ പറയരുത്, ആൾക്കാരായിട്ട് തെറ്റിദ്ധരിക്കൂലേ? ഓക്കെ, ഇന്നത്തെ യാത്ര നമ്മൾ പിന്നെ തുംകൂറിലേക്കാണ്. നമ്മൾ ഐമൻ്റെ കൂടെയാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത്. നാളെ എന്നിട്ട് തുംകൂർ എക്സ്പ്ലോർ ചെയ്തിട്ട് മറ്റന്നാളെ റിട്ടേൺ വീട്ടിലേക്കുള്ളൂ. അപ്പം എന്താ പറയുക, ഇവിടുന്ന് ഏകദേശം ഒരു 280 നമ്മൾ ഇന്നലെ ഓടിച്ച അതേ കിലോമീറ്റർ തന്നെ തുംകൂറിലേക്ക് ഉണ്ട്. വേറെ റൂട്ടാണ്, നമ്മൾ ബാംഗ്ലൂർക്ക് പോകുന്ന റൂട്ട്. ബാംഗ്ലൂർ എത്തണ്ട, പിന്നെ തുംകൂർ വേറെ തന്നെ ഏരിയയാണ്. തുംകൂറിൽ നിന്ന് ബാംഗ്ലൂർക്ക് പിന്നെ 70 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ മറ്റന്നാൾ നമ്മൾ കാലത്ത് പിന്നെ വിടാനുള്ള പ്ലാനാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ കഴിച്ച് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തുംകൂറിലേക്ക് പോകുന്നതുകൊണ്ട് വന്ന വഴിയല്ല റിട്ടേൺ പോകുന്നത്, വേറെ റൂട്ടൊക്കെയാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ വയനാടൊക്കെ പോകുന്ന പോലെ ഒരുപാട് ചുരം ഇറങ്ങിയിട്ടല്ലാണ് പോകുന്നത്. ഇതിപ്പോൾ ചുരം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ല കിട്ടക്കാച്ച റോഡാണ്. ഗൈസ്, ഞാൻ പോകാൻ വേണ്ടി ഹെൽമെറ്റ് ഇടുമ്പോഴേക്കുണ്ട് പെട്ടെന്നൊരു വാല് കാണുന്നത്. അപ്പോൾ അത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരുപാട് ആൾക്കാർ കയറി നിന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, മുകളിൽ മാത്രമല്ല ഇത് ഇവിടെയും ഉണ്ട്. എന്നെ ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി. പക്ഷേ സോറി ഗൈസ്, എൻ്റെ കയ്യിലൊന്നുമില്ല. ഗൈസ്, എൻ്റെ കാല് നോക്കൂ ഗൈസ്, ചളിയായി ഗൈസ്. വർക്ക് നടക്കുന്നതിലൂടെ വന്നതാണ്. ഒരു ബസ്സിന് സൈഡ് കൊടുത്തപ്പോൾ മൊത്തം ചളി. ഇന്നാണെങ്കിൽ വൈറ്റ് ജീനും. ആഹാ, നല്ല കളർ. അപ്പം നമ്മൾ എത്തിയ സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 150 കിലോമീറ്റർ ഉണ്ട് തുംകൂറിലേക്ക്. അപ്പോൾ നമ്മൾ ഒരു പിന്നെ മരത്തിൻ്റെ തണലിൽ പിന്നെ ആൾക്കാർ, അതായത് ഒരു ഫാമിലി വീടിൻ്റെ മുമ്പിലാണ്. അപ്പോൾ അവിടെ ഇവർ സൈഡാക്കിയതാണ്. ആദ്യം വന്ന് 2 ആൾക്കാർ സൈഡാക്കി, പിന്നെ നമ്മളെല്ലാവരോടും സൈഡാക്കാൻ മാറ്റി. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഈ കട്ടിലൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞത്. ഒരു 10 മിനിറ്റ് നമ്മളിവിടെ റിലാക്സ് ചെയ്ത് അപ്പോൾ ഇനി നമ്മളിവിടുന്ന് ലീവ് ചെയ്യാം. ഈ ഒരു റൂട്ടിലുണ്ടല്ലോ എവിടെയും നല്ല റെസ്റ്റോറൻറ്റ് ഒന്നുമില്ല. ഇന്നലെ അതുപോലെ തന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഒന്നും ഇല്ലായിട്ടാണ് ലാസ്റ്റ് കിട്ടിയ ബിരിയാണിയും കഴിച്ചിട്ട് പോയത്. അപ്പോൾ നമ്മൾ ഇന്നലെ പിന്നെ കഴിച്ച് കഴിഞ്ഞാൽ തീരുമാനം എടുത്തിട്ട് നാളെ നമുക്ക് നല്ല റെസ്റ്റോറൻറ്റ് ഇല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിയിട്ട് ഒപ്പിച്ചാൽ മതി, ഫുഡ് കഴിക്കാൻ നിൽക്കേണ്ടത്. നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഒരു ടൗണിലൂടെ പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റോഡിൻ്റെ 2 സൈഡിലും ഫ്രൂട്ട്സൊക്കെ വെച്ച് വെക്കുന്നുണ്ട്, ചട്ടിയും പഴവും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അത് നോക്കി വാങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ടെങ്കിലും പോയിട്ട് കഴിക്കാൻ വിചാരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇപ്പം ഇനി റെസ്റ്റോറൻറ്റ് നോക്കിയാൽ നടക്കൂല. ഇപ്പം തന്നെ സമയം ഏകദേശം 12 മണിയായി. അപ്പം പിന്നെ ഏതായാലും വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ ഒരു മാർക്കറ്റും കാണൂല. ഏകദേശം നല്ലത് അഖില ആയതുകൊണ്ട് അഖിലേനെ നയിച്ചത്. അപ്പം അപ്പുറം ഒരു ചക്കയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചക്ക കിട്ടിയാ? ഞാൻ വരുന്ന എത്രയാ പോലും? 60 അര കിലോന് 60 രൂപ. ആ ഓക്കെ. നടു റോട്ടിൽ നിന്നിട്ട് പഴം തിന്നുന്ന ആൾക്കാർ. ഞാൻ വളരെ ഡീസൻറ്റ്. ഡീസന്റ് ആയ ആളിനെ കണ്ടോ? കണ്ടോ ഇത്? അത് കണ്ട, അത് കയ്യിൽ ഒരെണ്ണമുണ്ട്, ബാക്കി ആ കവറിനകത്തുണ്ട്. ഇത് മൊത്തം ഇവിടെ നിന്ന് കഴിച്ചിട്ടേ ഇപ്പൊ പോവുള്ളൂ. എന്താണ് ഉദ്ദേശം എന്ന് ആർക്കും അറിയില്ല. ഇത് മൊത്തം എനിക്ക് വേണം.
നിവർന്ന് നോക്കാൻ പോലും സമയമില്ല. കയ്യിലെ പഴവും പഴത്തൊലിയുടെ എണ്ണവും നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം കഴിച്ചു വന്നു. അങ്ങനെ ഇപ്പം നമ്മൾ മധുഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. സമയം ഇപ്പം 4 മണിയായി. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ സൈഡാക്കിയതാണ്. ഈ മധുഗിരി എത്തുന്നതിന് മുന്നേ ഒരു 10-30 കിലോമീറ്റർ നല്ല അടിപൊളി റോഡാണ്. മിന്നിച്ചു വിട്ടില് സൂപ്പർ റോഡാണ്. അതിൻ്റെ മുന്നേലും കുറച്ച് കച്ചറ റോഡായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണം മുഴുവൻ ഇത് ഓടിച്ചങ്ങ് തീർത്ത്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവരെല്ലാം സൈഡാക്കാൻ തോന്നുന്നില്ല. അത്രയും നല്ല റോഡായിരുന്നു. മഴ പെയ്യുമ്പോഴേക്ക് വീട് പിടിക്കണം, ഓടി വരൂ. കർണാടകയിലുള്ള വൺ ഓഫ് ദ ലാർജസ്റ്റ് റോക്കാണ് ഈ മോണോലിത്തിക് റോക്ക്. മധുഗിരി വില്ലേജിലാണ് ഈ റോക്ക് ഉള്ളത്. സീ ലെവലിൽ നിന്ന് 3930 ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ഈ റോക്കിന്. ലിത്തിക് റോക്ക് എന്ന് പറഞ്ഞാൽ ഏകശിലാസ്തംഭം എന്നാണ്. അങ്ങനെ നമ്മൾ 6 മണിയാകുമ്പോഴേക്ക് തുമക്കൂർ എത്തി അയ്മൻ്റെ വീട്ടിൽ. അപ്പോൾ ടൗണിലെത്തുമ്പോഴൊക്കെ നല്ല തിരക്ക് തുടങ്ങി. ഒരാളെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് ഇവളെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ പാർക്കിംഗ് കിട്ടി. ലഗേജും കളർന്ന റൈഡേഴ്സും അതുകൊണ്ടാ നമുക്ക് കഴിക്കാൻ വേണ്ടി അയ്മൻ്റെ ഉമ്മ ഉണ്ടാക്കിയതാ. ജിലേബി ഉണ്ട്, പിന്നെ ഇതൊക്കെ ഇതിൻ്റെ വാട്ട് ഇസ് ദ നെയിം ഫോർ ദിസ്? കച്ചോരി ആൻഡ് ദെൻ സമൂസ. നമ്മളെല്ലാവരും ഫ്രഷ് ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഇവിടെ കിടന്നതാണ്. അപ്പോഴേ കൈമ വിളിക്കാൻ വന്നിട്ടുണ്ട്. ഡിന്നറായി എന്ന് പറഞ്ഞിട്ട് ചോറ്, ദാൽ ഫ്രൈ, പിന്നെന്താ ഉള്ളേ? ഇതൊന്ന് ഓപ്പണാക്കിയേ അഖില, ഇത് ഓപ്പണാക്കാൻ പറ്റുന്നില്ല. ചപ്പാത്തി ആൻഡ് ഇതെന്താ പനീർ. പിന്നെ ഇവിടെ എന്തോന്നും കൂടി ഉണ്ട്, സാലഡ്. റൈഡേഴ്സ് കം ഫസ്റ്റ്. എല്ലാവരും ടയർഡായിട്ടേ ഉള്ളതല്ലേ. ഹായ് ഗായ്സ്, വി ആർ ഇൻ തുംകൂർ, ബാംഗ്ലൂർ. നമ്മൾ ഇന്ന് കാലത്ത് തന്നെ ലീവ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ നാളെ ലീവ് ചെയ്യാൻ വിചാരിച്ചാൽ ഇന്ന് തുംകൂർ എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ. പക്ഷേ നമ്മൾ 2-3 ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തിരിച്ചെത്തേണ്ടതുകൊണ്ട് അവർ വിബിയും അഖിലയും ഒക്കെ കാലത്തെ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ ആകെ ഉള്ളത് ഞാനും റിയും. റിയും പോയി. അവൾക്ക് ഇന്ന് ജോയിൻ ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് അവളും പോയി. പിന്നെ ബാക്കിയുള്ളത് ഞാനും കുഞ്ഞോളും പിന്നെ ഗംഗയും മാത്രമാണ്. ഗംഗക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം, കാരണം നാളെ അവൾക്ക് ജോലിക്ക് കയറണത്. പിന്നെ ബാലൻസ് ആയത് ഞാനും കുഞ്ഞോളും മാത്രമാണ്. പിന്നെ നമ്മൾ 2 ആൾ മാത്രമായിട്ട് നിൽക്കുമ്പോൾ ഒരു രസമില്ലല്ലോ. നമ്മൾ 6 ആൾക്കാർ വന്നിട്ട് അതിൽ 2 ആൾ മാത്രം നിൽക്കുമ്പോൾ ഒരു സുഖമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച് നെക്സ്റ്റ് ടൈം വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. അതിനേതാ നമ്മൾ അയ്മൻ മുഖമൊക്കെ വീർപ്പിച്ചേക്കുന്നുണ്ട്. ഇന്നലെ രാത്രി കുറേ നമ്മൾ ബാക്കിലായിരുന്നു. നിൽക്ക് എന്നൊക്കെ പറഞ്ഞു. ഞാൻ റെഡിയാണ്, നീ പിന്നെ കുഞ്ഞോളെ കൺവിൻസ് ചെയ്യും. എന്നിട്ട് നമ്മൾ 2 ആൾ നിൽക്കാതാണ്. പിന്നെ കുഞ്ഞോളെ മോളോട് പറഞ്ഞു പോയിരുന്നു ഞാൻ എന്തായാലും നാളെ റിട്ടേൺ വരുമെന്ന്. പിന്നെ അങ്ങനെ വരുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് കുട്ടികൾക്ക് വിഷമം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നെല്ലാവരും തിരിച്ചു പോവുകയാണ്. ഇനി വേറൊരു ദിവസം വന്നിട്ട് വേണം തുംകൂർ എക്സ്പ്ലോർ ചെയ്യാൻ. എപ്പം വരുമെന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അയ്മൻ പറയാം നിങ്ങൾ വരുമൊന്നും ചെയ്യില്ല, വെറുതെ തട്ടിപ്പുറത്ത് പോകുന്നതെന്ന്. അവൾക്കും കാര്യം മനസ്സിലായിന്. എന്തായാലും വരണം ഒരു ദിവസം. തുംകൂർ 2-3 ഹിൽസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇതാ അയ്മൻ നല്ല അടിപൊളി കോഫിയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഗംഗ എങ്ങനെയുണ്ട് കോഫി? അടിപൊളി. കുഞ്ഞോളെ ഇവർ 2 ആളും മൈസൂർ വരെ എൻ്റെ കൂടെ ഉണ്ടാവില്ല. അവിടുന്ന് ഇവർ മുത്തങ്ങ വഴി കാലിക്കറ്റിലേക്ക് പോകും, ഞാൻ കുടക് വഴി കണ്ണൂരിലേക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.